അയ്യോ വണക്കം. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ഈ ദേശീയ ഗീതം അതിൻ്റെ മുഴുവൻ സ്റ്റാൻസയും ഇന്ന് ചെങ്കോട്ടയിൽ അലയടിച്ചു എന്നുള്ളതാണ് ഓരോ ഭാരതീയനും ഇന്ന് അഭിമാനിക്കാനുണ്ടായ നിമിഷം എന്ന് പറയുന്നത്. നേരത്തെ വന്ദേ മാതരം എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗീതത്തിൻ്റെ ആദ്യത്തെ 4 സ്റ്റാൻസകൾ മാത്രമേ പാടാൻ കഴിയുകയുള്ളായിരുന്നുള്ളൂ. അതായത് നമ്മുടെ രാജ്യത്ത് അത് മാത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. ഈ ആദ്യത്തെ 4 സ്റ്റാൻസ എന്തുകൊണ്ടാണ് പാടുന്നത്? ആദ്യത്തെ 4 സ്റ്റാൻസ പാടാൻ മാത്രമേ ബ്രിട്ടീഷുകാർ നമുക്ക് അനുമതി തന്നിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള വരികൾ കേട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഉൾക്കിടിലമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ 4 വരി മാത്രം നിങ്ങൾ പാടിക്കൂ, ബാക്കിയൊന്നും നിങ്ങൾ പാടണ്ട എന്ന് ബ്രിട്ടീഷുകാരൻ എന്ന് പറഞ്ഞത്. ഇന്ന് അതേ ബ്രിട്ടീഷുകാരുടെ ആസനം നക്കികളായിട്ടുള്ള ചില തെണ്ടികൾ ഇവിടെയുള്ള നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് പറയുകയാണ് വന്ദേ മാതരത്തിൻ്റെ ബാക്കി നിങ്ങൾ പാടണ്ട. ഞാൻ ഇത്ര വികാര വിക്ഷോഭത്തോടു കൂടി സംസാരിക്കുന്നത് എൻ്റെ രാജ്യത്തിൻ്റെ ഒരു സോങ് വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം ബ്രിട്ടീഷുകാരനെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിറപ്പിച്ച ഭാഗം പാടണ്ട എന്ന് ഇവന്മാർ പറയുകയാണ്. അതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമേ എനിക്ക് ബേസിക്കലി പറയാനായിട്ടുള്ളൂ. ബ്രിട്ടീഷുകാരൻ എന്തുകൊണ്ട് ആദ്യത്തെ 4 വരി മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരന് നേരെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. ബ്രിട്ടീഷുകാരന് നേരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവന് കൊള്ളുന്ന മുദ്രാവാക്യം വിളിക്കണം. അതായത് ഈ മുദ്രാവാക്യം കേട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് തോന്നണം? അവനൊരു ആത്മനിന്ദ തോന്നണം, അവന് ഒരു അയ്യേ എന്നുള്ളൊരു ഫീല് തോന്നണം, അവന് നമ്മളെ രാജ്യത്ത് സ്വാതന്ത്ര്യം തന്നിട്ട് ഇറങ്ങി ഓടാൻ അവന് തോന്നണം. അത്രയ്ക്ക് മൂർച്ചയുള്ള എന്ത് വേണം വിളിക്കാൻ? മുദ്രാവാക്യം വേണം നമ്മൾ വിളിക്കാനായിട്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരൻ വന്ദേ മാതരം നമ്മൾ പാടിയിരുന്ന സമയത്ത് വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനീം ഫുല്ല കുസുമിത ദ്രുമദള ശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം. ഇത്ര മാത്രം നീയൊക്കെ പാടിയാൽ മതി എന്നാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയും വരികളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള രാജ്യമാണ്, പ്രകൃതി വർണ്ണനയാണ്. ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാരന് ഇതൊരു പ്രശ്നമല്ല. അതായത് അവരുടെ രാജ്യം നമ്മൾ വന്ന് ഭരിക്കുന്നു, നമ്മൾ അവരെ അടിമകളാക്കി ഭരിക്കുന്നു, അവരവരുടെ രാജ്യത്തെ പുകഴ്ത്തി കഥയോ എന്തോ എഴുതിക്കോട്ടെ, നമുക്കെന്താ എന്നുള്ളത് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വന്ദേ മാതരത്തിനകത്ത് അവന് കൊള്ളുന്ന വാക്കുകൾ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യം സ്വാഭാവികമായിട്ട് നമ്മൾ മദർ ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ആ മദർ ലാൻഡിനെ നമ്മൾ എന്തുമായിട്ട് ഉപമിച്ചു? ദുർഗയാണ് നീ എന്ന് പറഞ്ഞു. അതായത് നീ ദുർഗയാണ്. ദുർഗ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹിഷാസുരൻ്റെ മാറ് പിളർന്ന് അവനെ കുത്തി നിർത്തിയ നാരി രത്നമാണ് ദുർഗ എന്ന് പറയുന്നത്. ദുർഗയാണ് നീ. അത് കേട്ടപ്പോൾ ബ്രിട്ടീഷുകാരൻ കിടുങ്ങി. ബ്രിട്ടീഷുകാരൻ കിടുങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്? അടിച്ചാൽ നീ പിന്നെ തിരിച്ചടിച്ചിരിക്കും, നിൻ്റെ ആസനം വലിച്ചു കയറും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കൊളോക്കിയലി പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതാണ്. നമ്മുടെ നാട് ദുർഗയാണ് മോനെ, നീ കയറി കളിക്കല്, നിന്നെ അടിച്ച് ഊപ്പാട് വെത്തും എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരെന്ത് പറഞ്ഞു? പാടണ്ട, ബാക്കി നീയൊന്നും പാടണ്ട എന്ന് ബ്രിട്ടീഷുകാരൻ പറഞ്ഞു. അങ്ങനെ വന്ദേ മാതരം അന്ന് പാടുന്നത് ബാൻ ചെയ്തു ബ്രിട്ടീഷുകാർ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേ ബ്രിട്ടീഷുകാരുടെ നക്കിക്കൊടുക്കുന്നവന്മാർ ഇന്ന് എന്ത് ചെയ്യുന്നു? ഈ വന്ദേ മാതരത്തിൻ്റെ ബാക്കി നമ്മൾ പാടണം, അതായത് ഭാരതത്തിലുള്ള ആൾക്കാർ പാടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് അവന്മാർ പാടാതിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നട്ടലുള്ളൊരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരിയുടെ പേരാണ് ഇതുകൊണ്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടം. 1937 ആയപ്പോഴേക്കും ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഗാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരെടുത്ത് അതേ നയം തന്നെ സ്വീകരിച്ചു. അതോടുകൂടി എന്ത് ചെയ്തു? എങ്കിൽ പിന്നെ പാടണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 4 വരികൾ മാത്രം പാടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് അന്ന് കൊണ്ടെത്തിച്ചു. അതെടുത്തുകൊണ്ടാണ് ഇവന്മാർ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. 1937 അങ്ങനെ എടുത്തിട്ട് പോലും 1947 ആയപ്പോൾ ഇവന്മാർ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് ഇവന്മാർ ഓടിപ്പോയി. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ടായിട്ട് വിഭജിച്ചു. അങ്ങനെ രണ്ടായിട്ടും അവിടെ ഇവിടെയൊക്കെ വിഭജനം ഉണ്ടായി. എന്നിട്ടും നമ്മുടെ രാജ്യം ഇപ്പോഴും ഈ ശക്തിയോടുകൂടി നിലനിൽക്കുന്നത് ഈ വന്ദേ മാതരത്തിൻ്റെ ബാക്കി സ്റ്റാൻസകൾ ഇന്നും നമ്മളെ ഭാരതീയരുടെ ഉള്ളിൽ യവന്മാർ പാടണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ അതുണ്ടല്ലോ. നമ്മുടെ ഭാരത മാതാവ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ദുർഗയാണ്, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് സരസ്വതിയാണ്. ഇങ്ങനെയുള്ള അതാണ് അത് പ്യുവർലി കൾച്ചറലായിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്. പ്യുവർലി കൾച്ചറലാണെന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യയിലേക്ക് എടുത്ത് നോക്കണം. ഇന്തോനേഷ്യയിലേക്ക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഭഗവാൻ ശ്രീരാമൻ്റെ സ്റ്റാച്ചുകൾ കാണാൻ പറ്റും. രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്റ്റൻസസ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവരുടെ നോട്ടിൽ പോലും ഇത്തരത്തിലുള്ള ഹിന്ദു കൾച്ചർ പേരുന്ന, കാരണം അവരുടെ കൾച്ചറിനെ അവർ
ഒരിക്കലും തള്ളിപ്പറയില്ല. അതാണ് അവരുടെ കൾച്ചർ. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. കൾച്ചറിനെ തള്ളിപ്പറയുന്ന ഒരു രാജ്യവും ലോകത്ത് ഇതുവരെ പ്രോസ്പർ ചെയ്തിട്ടില്ല എന്നുള്ളത് 100% നമ്മൾ എല്ലാ രാജ്യങ്ങളും നോക്കി നമുക്ക് മനസ്സിലാവും. അവരുടെ കൾച്ചറിനെ തള്ളിപ്പറയുന്ന, അതാണ് ഈ കൾച്ചർ നശിക്കുന്ന രാജ്യങ്ങളെല്ലാം പണ്ടോടെ ഉറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈന എത്ര വലിയ എത്തീസ്റ്റ് രാജ്യമാണെന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറഞ്ഞാലും അവരുടെ കൾച്ചറിനെ അവരൊരിക്കലും തള്ളിപ്പറയില്ല. ചൈനയുടെ കൾച്ചറിനെ അവർ വളർത്തി മുകളിലേക്ക് വിടുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ചൈനയുടെ കൾച്ചറും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൾച്ചറിനെ കുറിച്ച് ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ പലരും പുച്ഛിക്കും. പക്ഷേ അങ്ങനെയല്ല. ചൈന ഒരു സ്ഥലത്ത് ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് എത്തീസ്റ്റ് കൺട്രി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അവരുടെ കൾച്ചറിൽ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ കൈവച്ചവനെ അവന്മാർ വെട്ടിയിരിക്കും. ഇതാണ് ചൈനയുടെ ഒരു രീതി എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. ഇന്ന് AICC ആസ്ഥാനത്ത് കൊടി ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ആദ്യത്തെ 4 സ്റ്റാൻസ് ആലപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇറ്റലിയിൽ നിന്നും ഭുജാതയായിട്ടുള്ള നമ്മുടെ സോണിയ മാഡം അവിടെ നിൽപ്പുണ്ട്. സോണിയ മാഡം അവിടെ നിന്നിട്ട് ബാക്കി പാടുമ്പോൾ സോണിയ മാഡത്തിന് ആധി കയറുന്നു, ആദ്യത് പാടാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഞെരിപിരി കൊള്ളുകയാണ് നമ്മുടെ സോണിയ മാഡം. തൊട്ടടുത്ത് ഖാർഗെയ്ക്ക് കാര്യം മനസ്സിലായി. ഖാർഗെ അവിടെ നിന്നിട്ട് ഖാർഗെ അത് ഓഫ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പാടരുത്, ഓഫ് എന്ന് ഖാർഗെ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി അച്ചടക്കത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നിന്നത്. അത് വേറൊരു കാര്യം. അപ്പോഴും അദ്ദേഹം അച്ചടക്കത്തോടെ നിന്നു. കേരളം ഒഴിച്ച് ബാക്കി കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് അവർ പാകിസ്ഥാനും കൊണ്ടുപോയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അവശിഷ്ടം, അതിൻ്റെ മലം കേരളത്തിലെ മലബാർ റീജിയൻസിലാണ് കിടക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലിരുന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ വേസ്റ്റ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ വേസ്റ്റ് ഒരു വെറും വേസ്റ്റ് അല്ല, അതൊരു ചത്ത കുതിരയാണെന്ന് ജവഹർലാൽ നെഹ്റു ഇവിടെ വന്ന് യവന്മാരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയി. എങ്ങനെ യവന്മാർ ഇവിടെ അവശേഷിച്ചു, അതിൻ്റെ ഒരു ഇവിടെ അവശേഷിച്ചു. അതായത് ഈ മുസ്ലിം ലീഗിനാണ് അന്നും ഈ വന്ദേ മാതരത്തിനോട് വലിയ എതിർപ്പുണ്ടായിരുന്നത്. ഈ മുസ്ലിം ലീഗിന് വന്ദേ മാതരത്തിനോട് വലിയ എതിർപ്പുണ്ടായി എന്നുള്ളത് മാത്രമല്ല, യവന്മാർ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിലോട്ട് ഇറങ്ങുന്നത് തന്നെ ബ്രിട്ടൻ തുർക്കിയെ ആക്രമിക്കുമ്പോഴാണ്. ബ്രിട്ടൻ നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് നല്ല മുസ്ലിങ്ങൾ അതിന് മുമ്പേ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. പക്ഷേ ഇവന്മാർ ഇറങ്ങുന്നത് ബ്രിട്ടൻ തുർക്കിയെ ആക്രമിച്ചു. ആ തുർക്കിയിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ ഖലീഫ ഇരിക്കുകയാണ്. ആ ഖലീഫ നീയൊക്കെ ആക്രമിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഈ ചരിത്രം ഞാൻ പറയട്ടെ, 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും കൊല്ലം നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യവന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യവന്മാർ നെയ്ത് വെച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. യവന്മാർ കുക്ഡപ്പ് ചെയ്തെടുക്കുന്ന ചരിത്രകാരന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഡ്യൂക്കേഷനിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊള്ളുന്നത്. കാരണം ഇതെല്ലാം പൊളിക്കേണ്ടി വരും, ഇതെല്ലാം ജനങ്ങൾ അറിയും എന്നുള്ളതാണ് ഇവരുടെ പേടി എന്ന് പറയുന്നത്. ആ എഡ്യൂക്കേഷനിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമാകും എന്ന് ഇവർക്ക് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് PM ശ്രീയൊക്കെ എതിർക്കുന്നത്. കാവി ഭീകരത നുഴഞ്ഞു കയറ്റാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഗാനമുണ്ടല്ലോ, ഇത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എന്ന് പറയുന്ന രചയിതാവാണ്. അദ്ദേഹം ബംഗാളി എഴുത്തുകാരനായിരുന്നു. വന്ദേ മാതരത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മേ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു എന്നുള്ളതാണ്, നിന്നെ ഞാൻ വണങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ 1870 രചന നടന്നു. 1875 ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതായത് November 7 ബംഗാദർശൻ എന്ന സാഹിത്യ മാസികയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചതായിട്ട് കേന്ദ്ര സർക്കാരുകളുടെ ചരിത്രരേഖയിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇത് എടുത്തുപയോഗിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹമാണ് ഇതിന് ഈരടികൾ കൊടുത്ത് പാടിയത്. വന്ദേ മാതരം വന്ദേ മാതരം. ഈ ഈരടി ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് പാടിയത് ആരാണ്? അത് പാടിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ബാക്കി കൂടെ പാടണം എന്നുള്ളതായിരിക്കും. പാടാം. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം
ശുഭ്രജോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ആ സമയത്ത് ഇത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇത് വേണ്ടായിരുന്നു. ഇവിടെയുള്ള അന്നത്തെ ബ്രിട്ടീഷുകാരൻ്റെ നിലപാടെടുത്ത് പാകിസ്ഥാൻ പിരിച്ചു കൊണ്ടുപോയി അതിൻ്റെ ഉച്ഛിഷ്ടം ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ മുസ്ലിം ലീഗിന് അതിന്ന് വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് പാടിയിട്ടും കേരളത്തിൽ ഇത് പാടാത്തത്. കാരണം ഇവിടെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ടും പാടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി.